കോട്ടയ്ക്കലോത്സവം നമ്മളെ ഇപ്പൊ ചെറിയൊരു ചാറ്റൽ മഴയിലാണ് നിൽക്കുന്നത്. അതുകൊണ്ട് നമ്മൾ ബാൻഡ് മേളത്തിന് ഫസ്റ്റ് കിട്ടിയ സംഘത്തിന് നമുക്ക് പുറത്ത് നിർത്തി ചെയ്യിക്കാൻ പറ്റില്ല. കാരണം അവരുടെ ഇൻസ്ട്രുമെന്റ്സിനൊക്കെ ഒരുപാട് പരിമിതികളുണ്ട്. അതൊന്നും മഴ നനയ്ക്കാനൊന്നും പറ്റില്ല. അത് മനസ്സിലോട്ട് നമ്മുടെ സ്റ്റുഡിയോയുടെ അകത്ത് ഇവരെ എല്ലാവരെയും കുളിച്ചിരിക്കുകയാണ്. ഇത് നല്ലൊരു ടീമാണെന്ന് നിങ്ങൾ ഫസ്റ്റ് കിട്ടിയതിന്റെ ആവേശം ഒന്ന് കാണിച്ചേ. പിന്നല്ല മക്കളെ, നിങ്ങളുടെ ടീം ലീഡ് ആരാണ്? മോളാണോ? പേരെന്താ മോളെ? എലിസബത്ത്. എത്ര കാലമായിട്ട് നിങ്ങൾ ഈ ഒരു ബാൻഡ് മേളം എന്നുള്ള ഇതിൽ നിങ്ങൾ ഫസ്റ്റ് സെന്റ് ജോസഫ് സ്കൂളിലെ വിദ്യാർത്ഥികളല്ലേ നിങ്ങൾ? കാരണം നിങ്ങളുടെ കുത്തകയാണ് ഇതിപ്പോ. എത്ര കാലമായി നിങ്ങൾ ഇത് നേടാൻ തുടങ്ങിയിട്ട്? ഞങ്ങൾ 2 മാസമായിട്ടുള്ളൂ. ഞങ്ങൾ 2 മാസം കൊണ്ടാണ് ഇത്ര ആക്കിയെടുത്തത്, പരിശീലിച്ചെടുത്തത്. അതല്ല, ഏകദേശം ഒരു 10 വർഷത്തോളം ആയി കാണുമല്ലോ നിങ്ങൾ ജില്ലാതലത്തിലേക്ക് കയറുന്നു ബാൻഡ് മേളം? അതെ, ഞങ്ങളെ സ്കൂൾ കുറെ കാലമായി. പക്ഷേ കൊറോണന് ശേഷം അങ്ങനെ ഇറങ്ങിയിട്ടുണ്ടായിരുന്നില്ല. പിന്നെ ഈ വർഷം ഞങ്ങൾ ഇറങ്ങി. ഞങ്ങളിപ്പോ സ്റ്റേറ്റ് പോകാൻ പോവാണ്. പിന്നെ അല്ല, പൊളിച്ചടുക്കല്ലേ. അതല്ല, കഴിഞ്ഞ തവണ നിങ്ങൾക്ക് മത്സരിക്കാൻ പോകാൻ പറ്റിയില്ല എന്ന് പറയുന്നത് കേട്ടു. കാരണം നിങ്ങൾക്ക് ജില്ലയിൽ നിന്ന് കിട്ടിയില്ല അല്ലേ? അത് തിരിച്ചു പിടിച്ചിരിക്കുകയാണ് ഇപ്പൊ. പിന്നെ അല്ല, ഇതാണ് നിങ്ങളുടെ വിജയം എന്ന് നിങ്ങൾ തെളിയിച്ചു കൊടുത്തിരിക്കുകയാണ്. ഇനി സ്റ്റേറ്റിലാണ് നമ്മളുടെ കളികളിലെ. അങ്ങ് തിരുവനന്തപുരത്ത് സ്റ്റേറ്റ് നടക്കുമ്പോൾ നമ്മൾ അവിടെ പൊളിച്ചടുക്കിയിരിക്കണം. നമ്മുടെ മലപ്പുറം ജില്ലയുടെ പേര് നിങ്ങൾ ഉയർത്തിപ്പിടിക്കോ? പിന്നെ അല്ല. അപ്പൊ എന്തായാലും നമുക്ക് മത്സരത്തിന്റെ ആ ഒരു ചെറിയൊരു ഭാഗം കണ്ടാലോ? നിങ്ങൾ നമുക്ക് എല്ലാവർക്കും കേൾക്കാൻ ഇഷ്ടപ്പെടുന്ന ഒരു സംഭവം ആയാലോ? ഓക്കെ, സ്റ്റാർട്ട് ചെയ്തോളൂ. പൊളിച്ചടുക്കി. ഇതിലും ഗംഭീര പെർഫോമൻസ് ആയിരിക്കണം സ്റ്റേറ്റിൽ വേണ്ടത്. നമ്മൾ ഫസ്റ്റ് എന്തായാലും അടിച്ചാൽ മതിയാവും. ഓക്കെ അല്ലേ? ഞാൻ ഒരു കാര്യം ചോദിക്കട്ടെ, ഇത്രയും കാലം നിങ്ങൾ തുടർച്ചയായിട്ട് ഇങ്ങനെ ഫസ്റ്റ് മേടിക്കണം. ഒരു തവണ പോട്ടെ, നമ്മൾ തിരിച്ചു പിടിച്ചില്ലേ? എന്താണ് ഇതിന്റെ രസം? നിങ്ങൾക്ക് ടീച്ചേഴ്സ് നൽകുന്ന സപ്പോർട്ട് അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ ഇതിന് പിന്നിൽ? ഞങ്ങളുടെ ടീച്ചേഴ്സിന്റെ സപ്പോർട്ടും ഞങ്ങളുടെ HM, ഞങ്ങളുടെ പ്രിൻസിപ്പൽ സിസ്റ്ററിന്റെ പ്രാർത്ഥനയും അതൊക്കെ തന്നെയാണ് ഞങ്ങൾക്ക് ഫസ്റ്റ് കിട്ടാനുള്ള കാരണം. സ്കൂളിന് അത്രയും സപ്പോർട്ടാണ് ഞങ്ങൾക്ക്. എന്താവശ്യം ഉണ്ടെങ്കിലും എന്തെങ്കിലും വയ്യായ ഉണ്ടെങ്കിൽ അത് നോക്കലും. ഇപ്പം ഇതിന്റെ ഇടയിൽ തന്നെ ഒരാളുടെ കാല് വയ്യാതെ അപ്പൊ തന്നെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോവാ. ഒക്കെ ടീച്ചേഴ്സ് നല്ലപോലെ നോക്കുന്നുണ്ട്. ടീച്ചേഴ്സാണ് ഇതെല്ലാം ചെയ്യുന്നത്? അതെ. നിങ്ങൾ പ്രാക്ടീസ് ഒക്കെ എങ്ങനെയാണ് നടക്കുന്നത്? ഞങ്ങൾ രാവിലെ തൊട്ട് രാത്രി 7:30 വരെ പ്രാക്ടീസ് ചെയ്യണം. ഈ സമയത്തുള്ള ഫുഡൊക്കെ എന്ത് ചെയ്യും? ഫുഡ് ഉച്ചയ്ക്കുള്ള ഫുഡ് ഞങ്ങൾ കൊണ്ടുവരും. അല്ലാത്ത ടൈമിൽ രാവിലെയും വൈകുന്നേരം ഞങ്ങളെ സ്കൂളിലെ ടീച്ചേഴ്സാണ് ഞങ്ങൾക്ക് ഫുഡൊക്കെ തരുന്നത്. അപ്പൊ നിങ്ങളെ ടീച്ചേഴ്സിനെ സമ്മതിക്കായോ? നിങ്ങളെ ടീച്ചേഴ്സിന് ഒരു യോ വിളിച്ചാലോ? എങ്ങനെ, ആര് വിളിക്കും? നിങ്ങൾ തന്നെ വിളിക്കാതെ ഞാൻ പറയണോ? അപ്പൊ സെന്റ് ജോസഫിലെ ടീച്ചേഴ്സിന് യോ കൊടുക്കുക എന്ന് പറയുമ്പോ നിങ്ങൾ യോ പറഞ്ഞേക്കണം. പൊളിക്കല്ലേ? സെന്റ് ജോസഫിലെ ടീച്ചേഴ്സിന് ഒരു യോ കൊടുക്ക്, പിന്നെയും ഒരു യോ കൊടുക്ക്.